പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളക് വറുത്തപ്പുളി, പാലക്കാട്ടുകാരുടെ സ്വന്തം മുളക് വറുത്തപ്പുളിയാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ അത് വെച്ചിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും. ഞാനും പാലക്കാട്ടുകാർ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എനിക്കിഷ്ടമാണ്. പക്ഷെ എൻ്റെ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല. അല്ലെങ്കിലും പാലക്കാട്ടുകാരുടെ വിഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുളി ജാസ്തിയാണ് തോന്നുന്നുണ്ട്. അവർക്ക് എല്ലാത്തിനും കുറച്ച് പുളി, വെണ്ടയ്ക്കാപ്പൊടി, കൈപ്പക്കാപ്പൊടി, അതുപോലെ കുറച്ച് പുളി ഇട്ടിട്ട് വെക്കും. എനിക്ക് പുളി ഇട്ട് വെക്കുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പം അത് കാരണം ഒരു മുളക് വറുത്തപ്പുളി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഈ പാലക്കാട്ടുകാർ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അവരുടെ സദ്യക്ക്, ഇപ്പോൾ ഓണം, വിഷു അങ്ങനത്തെ സദ്യക്കൊക്കെ അവർക്കൊരു മസാലക്കറി വെക്കുന്നുണ്ട് അവർ. നമ്മളിലൊന്നും ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. മസാലക്കറി ഒരു വിഭവമാണ് അവരുടെ സദ്യകളിലൊക്കെ. അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഓരോ സ്ഥലത്ത് ജില്ല ഒന്നായാൽ തന്നെ പ്രദേശങ്ങൾ മാറും തോറും ഓരോ വിഭവങ്ങളുടെ ഇതൊക്കെ മാറുന്നുണ്ടല്ലോ. അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇതുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ഒരു ഉപ്പേരിയോ പപ്പടം ഉണ്ടെങ്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. പാലക്കാട്ട് അവരുടെ വിഭവങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അവിയലായാലും എല്ലാത്തിനും അവരുടേതായ ഒരു വെറൈറ്റിയാണ്, വ്യത്യാസമുള്ളതാണത്. ഞങ്ങൾ ഇവിടെ മലപ്പുറം ജില്ലയാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ഉള്ളവരുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതുപോലെ അവർക്ക് ഇതിന് ഉണക്കമീനാണ് വലിയ കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷൻ എന്നാ അവർ പറയണത് കേൾക്കാം. പക്ഷെ ഞാനങ്ങനെ ഉണക്കമീനൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഉണക്കമീൻ കഴിച്ചിരുന്നതാണ്, പക്ഷെ ഉണക്കമീൻ കഴിക്കാത്തതിനൊരു കഥ ഉണ്ട്. അത് വല്ലാത്തൊരു കഥയാണത്. ഞങ്ങൾ പണ്ട് ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താവിനാണ് ഉണക്കമീൻ എന്തെങ്കിലും ഒരു മീനില്ലാതെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്നും രാത്രിയാകുമ്പോൾ ഈ മറ്റേ മീൻ കിട്ടാത്തപ്പോ ഈ ഉണക്കമീൻ, ചെമ്മീന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ ഒരു ദിവസം ഉണക്കൽ ചെമ്മീൻ ഉണ്ടാക്കിയായിരുന്നു. അത് അങ്ങനെ ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു വാസന വരും. അപ്പൊ ഞങ്ങളുടെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിൽ തന്നെ താമസിച്ചിരുന്ന ഒരു മാർവാടിയാണ്. അപ്പൊ ഇതിന്റെ വാസന കേട്ടിട്ട് ഈ മാർവാടീസ് എന്ത് ചെയ്യണം, മൂക്ക് പൊത്തി ഓടുന്നു വീടിന്റെ മുന്നിൽ കൂടെ. അങ്ങനെ ഇതിന്റെ വാസന കേട്ട് ഇവിടെ ഉള്ളിൽ ഓരോരുത്തർ ആസ്വദിക്കുമ്പോ അവരും നോൺ വെജ് കഴിക്കാത്തവരേ ഉണ്ട്. അങ്ങനെയാണ് പിന്നെ ഞങ്ങളങ്ങനെ ഉണക്കൽ മീൻ അങ്ങനെ കഴിക്കാറുമില്ല, അവിടെ കൊണ്ടുവരാറുമില്ല. കാരണം മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളത് കഴിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നാട്ടിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇൻഡിപെൻഡന്റ് വീടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ കഥ വിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് മുളക് വറുത്തപ്പുളിന്റെ എന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്. ഇത് സവാള പറ്റില്ല, ചെറിയ ഉള്ളി തന്നെ വേണം. പിന്നെ മുളക്, ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഉലുവ ലേശം, കുറച്ച് ഉലുവ ഇട്ടെടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് പുളിയും വേണം. പുളി ഞാൻ അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ശരിക്കും പുളിയുള്ളതൊക്കെ മൺചട്ടിയിലും കൽച്ചട്ടിയിലും ഒക്കെയാണ് ഉണ്ടാക്കുക. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത്, അത് കാരണമാണ് ഞാൻ ഈ പാത്രം വെച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുക പുളിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ. ഇനി എണ്ണ ചൂടായി, കുറച്ച് കടുക് ഇടാം. ഇത് ഈ ഉള്ളി നന്നാക്കേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അത്ര പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് കുറച്ച് പതിയിട്ട് ഒരു അധികം ഇടണ്ട, ഒന്ന് പോട്ടെ. ഉലുവയും പൊട്ടിയുണ്ട്, കടുകും പൊട്ടിയുണ്ട്. നമുക്ക് ഈ ചെറിയ ഉള്ളി ഇതിലേക്കിടാം. ചെറിയ ഉള്ളി, ഈ വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഇതൊന്ന് ഉള്ളി നന്നായിട്ട് ചുവപ്പ് കളറാവണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആവണം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു ഏകദേശം ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ പുളി കലക്കി വെച്ചതാണ്, പുളി ഒഴിക്കാം. പുളി ഒന്നുകിൽ പുളി ഒഴിച്ചിട്ട് തള വരുമ്പോഴേക്ക് നമ്മൾ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നന്നായി തിളയ്ക്കണം. ഇനി കുറച്ച് ഉപ്പിടണം. ലേശം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ശരിക്കും ഇടില്ല കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ലേശം ഇട്ടു മാത്രം. ഇതിൽ വെറും പച്ചമുളകും പച്ചമുളക് ഇട്ടാൽ കേട്ടോ. പച്ചമുളക്
അതിൽ ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പച്ചമുളക് ഞാനിത് ആദ്യമേ ഇടുന്നതായിരുന്നു, അത് ഇട്ടുപോയി. അതുകൊണ്ട് എണ്ണയിൽ വറുത്ത പച്ചമുളകാണ് കേട്ടോ അത് ഇടുകയാണ്. അത് ആദ്യമേ ഇത് ഇടേണ്ടതാണ് പച്ചമുളക്. ഇനി ഇതൊന്ന് തിളക്കട്ടെ, നന്നായി ഒന്ന് തിളക്കട്ടെ. മുളക് വറുത്തപ്പുളിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പുളി ഒഴിച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിരുന്നു കേട്ടോ. ഇനി ഒരു ലേശം ശർക്കര ഇടുകയാണ്. അത് ഈ പുളിയും മുളകും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളക് വറുത്തപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലക്കാടിൻ്റെ മുളക് വറുത്തപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാത്തവർ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ബൈ.